Yeah. Sorry. ഇപ്പൊ വിസിബിൾ അല്ലേ? ഓക്കെ. സോ മോഡൽ 1 എന്ന് പറയുന്നത് ബേസിക്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ ആർക്കിടെക്ചറും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം, ഒരു അൽഗോറിതംസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ഒരു സൂഡോ കോഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ വാട്ട് ആർ ദ ബേസിക്സ് എന്താ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആയിട്ടുള്ള പാർട്സും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എന്തിനാണ് യൂസ് ചെയ്യുന്നതാണ് ഇതിലോട്ട് വരുന്നത്. പ്രോഗ്രാമിംഗ് ആസ്പെക്ട്സിലോട്ട് നമ്മൾ ഈ മോഡ്യൂളിൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, നമ്മൾ അടുത്ത മോഡ്യൂളിലോട്ടായിരിക്കും പ്രോഗ്രാമിംഗ് ആസ്പെക്ടിലോട്ട് നമ്മൾ കിടക്കാൻ പോകുന്നത്. സോ ബേസിക് ഓഫ് എ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. So basics of a computer architecture. So computer is an electronic machine that makes performing any task very easy. In computer, the CPU executes each instructions provided to it in a series of steps. This series of steps is called a machine cycle and is repeated for each instruction. So basically computer നമ്മൾ ഓൾറെഡി ഉള്ള ഒരു എക്സിസ്റ്റിംഗ് ടാസ്കിനെ എന്താക്കാൻ വേണ്ടി ഒരു ഈസി ആക്കാൻ വേണ്ടി, അതായത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന അൽഗോറിതംസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട മെഷീൻസ് എന്നാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. സോ മെഷീൻസ് എന്താ ചെയ്യുന്നത്, അതൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അതായത് ആ ഇൻസ്ട്രക്ഷൻ ഫ്ലോയിലായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, അതൊരു ഒരു ടാസ്ക് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ അത് സ്വന്തമായിട്ട് ചിന്തിച്ചെടുക്കാനുള്ള ഒരു ശേഷിയില്ല കമ്പ്യൂട്ടറിനില്ല. ഇപ്പൊ മെയിൻ ആയിട്ട് ആ സൈക്കിൾ എന്ന് പറയുന്നത് മെഷീൻ സൈക്കിൾ എന്നാണ് പറയുന്നത്. അതായത് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് നമ്മൾ പറയുന്നതാണ് മെഷീൻ സൈക്കിൾ. അതിനകത്ത് വരുന്നത് ഫെച്ചിങ് ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ, ഡീകോഡിംഗ് ദ ഇൻസ്ട്രക്ഷൻ, ഓപ്പറൻഡ് ഫെച്ചിങ് ആൻഡ് അതുപോലെ തന്നെ എക്സിക്യൂട്ടിംഗ് ദ ഇൻസ്ട്രക്ഷൻ. ഓക്കെ. സോ ഫെച്ചിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ കമ്പ്യൂട്ടർ അക്സെപ്റ്റ് ചെയ്യും, പിന്നെ ആ ഇൻസ്ട്രക്ഷൻ അത് ഡീകോഡ് ചെയ്യും. അതിന്റെ അകത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഒരു നമ്പർ ആഡ് ചെയ്യാനുള്ളതാണെങ്കിൽ ആ നമ്പർ ഏതൊക്കെയാണെന്ന് ഫെച്ച് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആൽജിബ്രാക്ക് ഇക്വേഷൻ അതിന്റെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് ഫെച്ച് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, എക്സിക്യൂട്ടിംഗ് ദ ഇൻസ്ട്രക്ഷൻസ്. അല്ലെങ്കിൽ മൈക്ക് ഓൺ ആണോ? ഇടയ്ക്കിടയ്ക്ക് എക്കോ അടിക്കുന്നു. someone's mic is വോയിസ് ക്ലിയർ ആവുന്നില്ല. ബ്രേക്ക് ആവുന്നുണ്ടോ? നല്ല രീതിയിൽ ബ്രേക്കിംഗ് ഉണ്ടോ? എവിടെ വെച്ച ബ്രേക്ക് സ്റ്റാർട്ടായ? ഈ ബേസിക് മെഷീൻ സൈക്കിളോട്ടാണോ? ഹലോ, ഇപ്പോഴും സ്റ്റിൽ ബ്രേക്കിംഗ് ആണോ അതോ ബഫേർഡ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും കേൾക്കുന്നത്? ബ്രേക്ക് സ്റ്റിൽ ബ്രേക്കിംഗ് കണ്ടിന്യൂ അതോ അല്ല ഇപ്പൊ പറയുന്ന കേൾക്കുന്നുണ്ടോ? അത് സ്റ്റിൽ ബ്രേക്കിംഗ് ആണോ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞാൻ ഇടയ്ക്കൊന്ന് സംസാരിച്ചില്ല. ഇപ്പൊ പറയുന്നത് അല്ല ഇപ്പൊ പറയുന്നത് ക്ലിയർ ആണോ അത് ഇപ്പൊ സ്റ്റിൽ ഒരു ബഫേർഡ് ആയിട്ട് തന്നെയാണോ കേൾക്കുന്നത്? കട്ട് ചെയ്ത് തന്നെയാണ് ഇപ്പഴും കേൾക്കുന്നത്. ഓക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ. സോ ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. സോ ബേസിക്സ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോഗ്രാമിംഗ് ആസ്പെക്ട്സ് അടുത്ത മോഡ്യൂളിലോട്ടായിരിക്കും. സോ ബേസിക്കലി കമ്പ്യൂട്ടർ ഇസ് ഇലക്ട്രോണിക് മെഷീൻ ദാറ്റ് മേക്സ് ദ പെർഫോമിംഗ് എനി ടാസ്ക് വെരി ഈസി. ഏതൊരു ടാസ്കിനെയും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മളാൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു മെഷീനാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. സോ അതെന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് സ്റ്റെപ്പിൽ കൂടെ ഇപ്പൊ നമുക്ക് 2 നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ തന്നെ ആദ്യം ഒരു ഫസ്റ്റ് നമ്പർ എടുക്കും, അതിന് സെക്കൻഡ് നമ്പർ എടുക്കും, അതിന് 2 ആഡ് ചെയ്യും. നമുക്ക് അതിന് എന്തുണ്ട്, ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഓഫ് സീരീസ് ഉണ്ട്. ആ സ്റ്റെപ്പ് ഓഫ് സീരീസ് ഇൻ ടേംസ് ഓഫ് കമ്പ്യൂട്ടറിലാണ് നമ്മൾ പറയുന്നത് മെഷീൻ സൈക്കിൾ. അതായത് ഒരു സീരീസ് ഓഫ് സ്റ്റെപ്പ് ആണ്. കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ട് ചിന്തിച്ചെടുക്കാനുള്ള ഒരു എന്തില്ല, പ്രാപ്തിയില്ല. ബട്ട് അതെന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അത് 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. സോ അതിനെ നമ്മൾ പറയുന്നതാണ് മെഷീൻ സൈക്കിൾ. സോ ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറയുമ്പോഴേക്കും
അതിന്റെ വെച്ച് ഫെച്ചിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ കാണും, ഡീകോഡിംഗ് ഓഫ് ഇൻസ്ട്രക്ഷൻ കാണും, ഓപ്പറൻഡ് ഫെച്ചിങ് കാണും, അതുപോലെ തന്നെ എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻ കാണും. സോ ഫെച്ചിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ കൊടുത്തിരിക്കുന്ന ഇപ്പം എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആദ്യം റിസീവ് ചെയ്യും, A+B എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു A+B ആദ്യം എന്ത് ഫെച്ച് ചെയ്യും. അതിനുശേഷം ഡീകോഡ് ചെയ്യും. ഒരു A+B അതായത് സം ആണ് ചെയ്യേണ്ടത് എന്ത് മനസ്സിലാക്കും, അത് നമ്മളെ കമ്പാരിറ്ററിൽ മനസ്സിലാക്കും. അതിനകത്ത് ഓപ്പറൻഡ് ഫെച്ചിങ്, അതായത് നമ്മൾ ഏതൊക്കെ നമ്പേഴ്സ് ആണോ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആണോ യൂസ് ചെയ്യുന്നത്, ആ ലെറ്റേഴ്സിന് എന്ത് ചെയ്യും, ഓപ്പറൻഡ് ഫെച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ കൂടെ അത് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ലാസ്റ്റ് എക്സിക്യൂട്ടിന്റെ ഇൻസ്ട്രക്ഷൻ, അതായത് ഇപ്പൊ നമ്മൾ സം കണ്ടുപിടിക്കാൻ വേണ്ടി 2 നമ്പർ കൊടുത്തു, 3+5 ആണെങ്കിൽ അത് എന്ത് ചെയ്യും, ഈ ലാസ്റ്റ് എക്സിക്യൂട്ടിന്റെ ഇൻസ്ട്രക്ഷനിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യും. അടുത്തത് പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ഹാസ് 5 ബേസിക് യൂണിറ്റ് ദാറ്റ് ഹെൽപ് ദ കമ്പ്യൂട്ടർ ടു പെർഫോം ഓപ്പറേഷൻസ് വിച്ച് ആർ ഗിവൺ ബിലോ. ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ്, അർത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. സോ ഇതാണ് നമ്മൾ ഒരു ബേസിക് കമ്പ്യൂട്ടറിന്റെ മെയിൻ ആയിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് നമ്മുടെ ബോഡിക്കകത്ത് നെർവസ് സിസ്റ്റം, ബ്രീത്തിങ്സ്, റെസ്പിറേറ്ററി സിസ്റ്റം ഒക്കെ ഉള്ള പോലെ, അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിന്റെ മെയിൻ ആയിട്ടുള്ള യൂണിറ്റ് ആണ് ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോറേജ്, ALU ആൻഡ് CU. സോ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഔട്ട്സൈഡിലുള്ള ഒരു ബ്രേക്ക് ആവുന്നില്ലല്ലോ അല്ലേ? സോ ബേസിക് ആയിട്ട് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു എൻവയോൺമെന്റ്, അതായത് നമ്മളെ കമ്പ്യൂട്ടറിന്റെ വെളിയിലുള്ള ഒരു ഡേറ്റയെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലോട്ട് കൊണ്ടുവരിക. ദാറ്റ് ഈസ് ദ മെയിൻ യൂസ് ഓഫ് ആൻ ഇൻപുട്ട് യൂണിറ്റ്. സോ ഇൻപുട്ട് യൂണിറ്റ് കണക്ട്സ് ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് വിത്ത് ദ ഇന്റേണൽ കമ്പ്യൂട്ടർ സിസ്റ്റം. It provides data and instruction to the computer system. Commonly used input devices are keyboard, mouse, magnet tape, etc. സോ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ വെളിയിലുള്ള ഡേറ്റേനെ, അതായത് നമ്മളിപ്പോ ഒരു ആൽഫബറ്റ് ടൈപ്പ് ചെയ്യുന്നതാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വോയിസ് ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഗെയിമിൽ ക്ലിക്ക് ചെയ്യുന്ന ഒരു പ്രസ് ആണെങ്കിൽ പോലും അതെന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് വേരിയബിൾ ആണ്. ആ ഔട്ട്പുട്ട് വേരിയബിളിനെ കമ്പ്യൂട്ടറിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഒരു ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. So input unit performs the following tasks: accept the data and instruction from the outside environment, convert it into machine language, supply the converted data to computer system. So വെളിയിലുള്ള ഡേറ്റനെ എന്താക്കും, മെഷീൻ ലാംഗ്വേജ് ആക്കും. സോ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ ബൈനറി കോഡാണ്. ബൈനറി കോഡ് മീൻസ് 1s and 0. സോ 1 എന്ന് പറഞ്ഞാൽ ഓണും 0 എന്ന് പറഞ്ഞാൽ ഓഫും. സോ നമ്മളിപ്പം ആൽഫബറ്റ് ചെയ്യുന്ന ഒരു ആൽഫബറ്റിനെ അത് എന്താക്കും, ഒരു സീരീസ് ഓഫ് ബൈനറി കോഡ്സ് ആക്കിയതിനു ശേഷം നമ്മളെ കമ്പ്യൂട്ടറിലോട്ട് എന്ത് ചെയ്യും, ഇൻപുട്ട് ചെയ്യും. സോ ഇതാണ് ഒരു ഇൻപുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസ് വെളിയിലുള്ള ഡേറ്റനെ വെളിയിലുള്ള ഡേറ്റനെ അകത്തോട്ട് കൊണ്ടുവരുന്ന ഇൻപുട്ട് എങ്കിൽ ഔട്ട്പുട്ട് എന്താണെന്നായിരിക്കും, അകത്തുള്ള ഡേറ്റനെ വെളിയിലോട്ട് കൊണ്ടുവരും. ബേസിക് റിവേഴ്സൽ. സോ ഇറ്റ് കണക്ട്സ് ദ ഇന്റേണൽ സിസ്റ്റം ഓഫ് എ കമ്പ്യൂട്ടർ ടു ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. സോ ഇൻപുട്ട് എന്ത് ചെയ്തു, എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ ഇന്റേണലിലോട്ടും, അതുപോലെ തന്നെ ഔട്ട്പുട്ട് എന്ത് ചെയ്തു, ഇന്റേണൽ സിസ്റ്റത്തിനെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആയിട്ട് കണക്ട് ചെയ്തു. സോ ഔട്ട്പുട്ട് യൂണിറ്റ് എന്തിനാ യൂസ് ചെയ്യുന്നത്, നമ്മളെ കമ്പ്യൂട്ടറിന്റെ അകത്ത് റൺ ചെയ്ത ഒരു പ്രോസസ്സിനെ വെളിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. So it provides the result of any computation or instructions to the outside world. Some output devices are printers, monitors, speakers, etc. അടുത്തെന്ന് പറയുന്ന സ്റ്റോറേജ് യൂണിറ്റ്. സ്റ്റോറേജ് യൂണിറ്റ്, the unit holds the data and instructions. It also stores the intermediate results before these are sent to the output devices. It also stores the data for later use. The storage unit of a computer system can be divided into 2 categories. So basically storage unit എന്തിനാ, നമുക്കുള്ള ഒരു ഡേറ്റനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്ന, ഒരു സ്റ്റോറേജ് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. സോ ഇൻ കേസ് ഇപ്പൊ ഒരു പ്രോസസ്സർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളിപ്പോ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്താണ്, ഒരു ക്യാരക്ടർ സേവ് ചെയ്യുന്ന സമയത്ത് ആ കളിക്കുന്ന സമയത്ത് നമ്മൾ എന്തുമാത്രം നമ്മൾ കളിച്ചോ അല്ലെ എന്തുമാത്രം നമ്മൾ ആ ഗെയിമിൽ പ്രോഗ്രസ് ചെയ്തു എന്നുള്ളത് വരെ എന്ത് ചെയ്യും, അത് ഇന്റർമീഡിയറ്റ് ആയിട്ട് നമ്മളെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും, നമ്മൾ സേവ് ചെയ്യുന്നവരെ. ഓക്കെ, സോ നമ്മൾ ഗെയിമിൻ്റെ അകത്ത് എന്തുമാത്രം നമ്മൾ എത്രാമത്തെ ലെവൽ വരെ എത്തി എന്നുള്ളത് നമ്മൾ സേവ് ചെയ്യുന്നതിന് മുമ്പ് ഒരാളുടെ ഡേറ്റ എന്ത് ചെയ്യും, ഇത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കും. എപ്പോഴാണോ നമ്മൾ സേവ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ ഹാർഡ് ഡിസ്കിലോട്ട് ഹാർഡ് കോപ്പി പോലെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. സോ മെയിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോറേജ് ഡിവൈസിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് പ്രൈമറി സ്റ്റോറേജും രണ്ടാമെന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റോറേജും. സോ പ്രൈമറി സ്റ്റോറേജ്, ദിസ് മെമ്മറി ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ ഡേറ്റ വിച്ച് ഈസ് ബീൻ കറന്റ്ലി എക്സിക്യൂട്ടഡ്. It is used for temporary storage of data. The data is lost when the computer is switched off. RAM is used as primary storage memory.
സോ നമ്മുടെ കമ്പ്യൂട്ടർ കറന്റ് പ്രോസസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് അത് എക്സിക്യൂട്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ രണ്ട് നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തു A+B. സോ രണ്ട് നമ്പറിനെ എന്ത് ചെയ്യും, മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. അതുപോലെ അതിന്റെ റിസൾട്ട്, അതായത് A+Bന്റെ റിസൾട്ട് എന്ത് ചെയ്യും, കറന്റ്ലി നമ്മൾ റാമിൽ സ്റ്റോർ ചെയ്യും. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. സോ പ്രൈമറി സ്റ്റോറേജ് എന്തായിരുന്നു, നമ്മൾ കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വേരിയബിൾസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്റ്റോറേജിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. ആ സ്റ്റോറേജിനാണ് നമ്മൾ പറയുന്ന പ്രൈമറി സ്റ്റോറേജ്. സോ അതിനകത്ത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന പ്രൈമറി സ്റ്റോറേജ് ആണ് റാം. ഓക്കെ, സോ ഇനി അടുത്തെന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റോറേജ് യൂണിറ്റ്. ഇൻ അഡീഷൻ ടു റാം, എവറി കമ്പ്യൂട്ടർ ഓൾസോ ഹാസ് another storage device that's used for storing information on a long term basis, and this is known as secondary storage. സോ പ്രൈമറി സ്റ്റോറേജ് എന്തിനായിരുന്നു, ടെമ്പററി ആയിട്ട് ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ. അതായത് നമ്മളിപ്പോൾ കറണ്ട് എക്സിക്യൂഷൻ, അതായത് കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കുന്ന വരെയുള്ള സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയായിരുന്നു പ്രൈമറി മെമ്മറി. ബട്ട് ഞാൻ ഇന്ന് കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് പോയിട്ട് എനിക്ക് നാളെ ആ സാധനം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അതിനെ എന്താക്കണം, നമ്മളെ കമ്പ്യൂട്ടറിന്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. അതിന് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് സെക്കൻഡറി സ്റ്റോറേജ്. സോ സെക്കൻഡറി സ്റ്റോറേജിന്റെ അകത്ത് എന്തുണ്ട്, വീണ്ടും രണ്ട് ഡിവിഷൻ ഉണ്ട്. ഒന്ന് പറഞ്ഞ HDDയും അടുത്തെന്ന് പറഞ്ഞ SSDയും. സോ ബേസിക്കലി HDDയും SSD എന്നും പറയുന്നത് നമ്മളെ ഹാർഡ് ഡിസ്ക് തന്നെയാണ്. ബട്ട് രണ്ട് ടൈപ്പ് ആണെന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒന്ന് പറയുന്ന ഹാർഡ് ഡിസ്ക് ഡ്രൈവും, അതായത് നമ്മൾ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് SSD, അതായത് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. സോ ഇവർ തമ്മിലുള്ള മെയിൻലി ഡിഫറൻസസ് എന്ന് വെച്ചാൽ SSD ഈസ് ഫാസ്റ്റർ, ക്യാൻ കണ്ടെയ്ൻ മോർ ഡേറ്റ. സാർ അത് വോയിസ് ബ്രേക്ക് ആയിട്ടുണ്ട്. ഇപ്പം സ്റ്റിൽ ബ്രേക്കിംഗ് ആണോ, അതോ? അല്ല സാർ, ഓക്കെ ആണ്. ഓക്കെ. സോ അടുത്തെന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിനകത്ത് രണ്ട് ടൈപ്സ് ഉണ്ട്. സോ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിനകത്ത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് HDDയും അടുത്തെന്ന് പറയുന്നത് SSDയും. സോ മെയിൻലി രണ്ടും എന്താണ്, നമ്മൾ പണ്ട് കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹാർഡ് ഡിസ്കിന്റെ തന്നെ രണ്ട് ഡിഫറെന്റ് വേർഷൻസ് ആണ്. സോ HDD എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് ഡ്രൈവും, അതുപോലെ SSD എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവും. So while HDDs are the most traditional of the two, SSDs are fast, overtaking HDD as the preferred one for secondary storage. So HDD എന്താണ്, നമ്മൾ SSD-നെക്കാട്ടും സ്ലോവർ ആണ്. ബിക്കോസ് HDD എന്ന് പറയുന്നത് പണ്ട് കാലം തൊട്ടേ നമ്മൾ യൂസ് ചെയ്ത് വരുന്നതും, SSD എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ന്യൂവസ്റ്റ് ടെക്നോളജി, അതായത് ഇപ്പോഴത്തെ ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡും ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ an SSD is a storage medium that uses non-volatile memory to hold and access data. Unlike a hard drive, an SSD has no moving part. So advantages: faster access time, noiseless operation, higher reliability, and lower power consumption. So എന്താണ് ഫാസ്റ്റർ അക്സസ് ടൈം, നേരത്തെ പറഞ്ഞ പോലെ നല്ല എന്താണ് ഒരു സ്പീഡി സ്റ്റോറേജ് ഡിവൈസ് ആണ് SSD. അതുപോലെ തന്നെ എന്താണ്, ഒരു നോയ്സ്ലെസ് ഓപ്പറേഷൻ ആണ്. നമ്മളെ സാധാ ഒരു HDD പോലെ അതിന് എന്തല്ല, ഒരു നോയ്സ് ഇല്ല. അതുപോലെ തന്നെ ഹൈലി റിലയബിൾ ആണ്. അതുപോലെ തന്നെ എന്താണ്, ലോവർ പവർ കൺസപ്ഷനും ആണ്. അതേസമയം HDD എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഈസ് ഓൾസോ ടൈപ്പ് ഓഫ് എ നോൺ വോളറ്റൈൽ ഡേറ്റ സ്റ്റോറേജ് ഡിവൈസസ്. പണ്ട് കാലം തൊട്ടേ യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ അകത്ത് എന്താണ്, ഒരു ഡിസ്ക് ഫോർമാറ്റിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഒരു ഇഷ്ടം പോലെ 1 GB സ്റ്റോർ ചെയ്യാൻ പറ്റിയ 500 CDs സ്റ്റാക്ക് ചെയ്ത് വെച്ചതുപോലെയാണ് നമ്മൾ എന്തുള്ളത്, HDD ഉള്ളത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്ന ALU അല്ലെങ്കിൽ അർത്ഥമെറ്റിക് ലോജിക്കൽ യൂണിറ്റ്. സോ പേര് കേൾക്കുന്ന പോലെ തന്നെയാണ്, അർത്ഥമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ് ചെയ്യാൻ വേണ്ടിയാണ് ALU യൂസ് ചെയ്യുന്നത്. സോ അർത്ഥമെറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ അഡിഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളും. ലോജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പാരിസൺസ്, ഓക്കെ, ഇഫ് വൺ ഇസ് ഗ്രേറ്റർ ദാൻ അതർ, അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സ് കമ്പാരിസൺ ചെയ്യുന്നു, ഇതൊക്കെയാണ് എന്ത് വരുന്നത്, ലോജിക്കലിന്റെ അണ്ടറിൽ വരുന്നത്. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റ്. സോ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, കംപ്ലീറ്റ് സാധനങ്ങളെയും കൺട്രോൾ ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 4 യൂണിറ്റ്, അത് ഇൻപുട്ട്, ഔട്ട്പുട്ട്, ALU, മെമ്മറി യൂണിറ്റ്, ഈ 4 യൂണിറ്റിനെയും എന്താണ് ഫുള്ളി കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺട്രോൾ യൂണിറ്റ്. അതായത് എങ്ങനെയാണോ നമ്മുടെ ബോഡിയിൽ ബ്രെയിൻ ഒരു നെർവസ് സിസ്റ്റം പോലെ ഉള്ളത്, അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിൽ എന്തുള്ളത്, കൺട്രോൾ യൂണിറ്റ്. സോ അടുത്തെന്ന് പറയുന്നത് CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്.
സോ സി പി യു എന്ന് പറയുന്നത് നമ്മളെ നമ്മളെ മൊബൈൽ ഡിവൈസസിന്റെ അകത്ത് നമ്മളെങ്ങനെയാണോ സ്നാപ്ഡ്രാഗൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് വരുമ്പോൾ ഇന്റൽ റൈസൻ പറയുന്ന പോലെ ആ ഒരു പ്രൊസസർ ചിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സി പി യു എന്ന് പറയുന്നത്. So a processor is an integrated electronic circuit that performs the calculations that run on a computer. A processor performs arithmetical, logical, input, output, and other basic instructions that are passed from an operating system. സോ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ അകത്ത് നടക്കുന്ന എല്ലാ പ്രോസസ്സും, അതായത് എ ടു സി വരെ എന്തൊക്കെ പ്രോസസ്സ് നടക്കുന്നുണ്ടോ അത് കംപ്ലീറ്റ്ലി അതിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സി പി യു എന്ന് പറയുന്ന സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ദാറ്റ് ഹാൻഡിൽസ് ഓൾ ദ കാൽക്കുലേഷൻ ദാറ്റ് runs on a computer. So a processor is the logic circuitry that responds to and processes the basic instructions that drive a computer. The CPU is seen as the main and most crucial integrated circuitry chip in a computer as it is responsible for the interpreting most of the computer commands. So കമ്പ്യൂട്ടറിന്റെ അകത്തുള്ള എല്ലാ കമാൻഡ്സും ഇപ്പൊ നമ്മളൊരു സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ആൽഫബറ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ പോലും അതിന് കംപ്ലീറ്റ് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സി പി യു ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. So the term processor is used interchangeably with the term central processing unit, although strictly speaking CPU is not the only processor in a computer. സോ നമ്മൾ ഇപ്പോഴും പ്രൊസസർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും ഓൾറെഡി മൈൻഡിലോട്ട് വരുന്ന ഒന്നെങ്കിൽ ആ ഒരു ചിപ്പിനെ ആയിരിക്കും, നമ്മൾ സി പി യു എന്ന് പറയുന്ന ചിപ്പിനെ ആയിരിക്കും. നമ്മൾ മൊബൈൽസിലൂടെ നമ്മൾ പറയും എടാ നിന്റെ സ്നാപ്ഡ്രാഗൺ അല്ലേ, അല്ലെങ്കിൽ ഹീലിയോ അല്ലേ, അല്ലെങ്കിൽ മൊബൈൽ നമ്മൾ ഗെയിംസിലോ പി സിയിലോട്ട് വരാണെങ്കിൽ എടാ അവന്റെ റൈസൺ ആണ് അല്ലെങ്കിൽ ഇന്റൽ. നമ്മൾ പ്രൊസസർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലോട്ട് വരുന്ന ആ ചിപ്പ് സെറ്റിനെയാണ്. ബട്ട് ആക്ച്വലി പ്രൊസസർ എന്ന് പറയുന്ന ഏതൊരു പ്രോസസ്സിനെയും കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഏതൊരു പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിപ്പിനെയാണ് നമ്മൾ എന്താ പ്രൊസസർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ജി പി യു എന്ന് പറയുന്നത് എന്താ? ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അതും എന്താ? ഒരു ടൈപ്പ് ഓഫ് പ്രൊസസ്സറാണ്. ബട്ട് മെയിൻലി നമ്മൾ പ്രൊസസ്സർ എന്ന് പറയുന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? നമ്മൾ സി പി യുനെയാണ്. ഓക്കെ, സോ മെയിൻലി പ്രൊസസ്സർ എന്ന് വെച്ചാൽ ഒരു പ്രോസസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിപ്പിനെയാണ് നമ്മൾ പ്രൊസസ്സർ എന്ന് പറയുന്നത്. ബട്ട് നമ്മൾ കമ്പ്യൂട്ടിംഗ് ആസ്പെക്റ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ പ്രൊസസ്സർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? സി പി യു എന്നാണ്. അതിനൊരു വേറൊരു മീനിങ് ഉണ്ട്. ബട്ട് മെയിൻലി നമ്മൾ അതിന് എന്ത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? സി പി യു എന്ന് പറയുന്ന ഒരു കമ്പോണന്റിനെ അല്ലെങ്കിൽ നമ്മുടെ ചിപ്പ് സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പ്രൊസസ്സർ എന്ന് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മെഷീൻ സൈക്കിളിൽ ഫെച്ച് ഉണ്ടായിരുന്നു, ഡീകോഡ് ഉണ്ടായിരുന്നു, എക്സിക്യൂട്ട് ഉണ്ടായിരുന്നു, സ്റ്റോർ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഫെച്ചിങ്, ഡീകോഡ്, എക്സിക്യൂട്ട്, സ്റ്റോർ എന്ന് പറയുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മളെ പ്രൊസസ്സർ എന്ത് ചെയ്യുന്നത്? ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫെച്ച് ആണ്, അതായത് നമ്മൾ ഗെറ്റ് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം ദ മെമ്മറി ഇൻ ടു ദ പ്രൊസസ്സർ. സോ നമ്മൾ ആദ്യം കൊടുത്തൊരു ഇൻസ്ട്രക്ഷൻസ് നമ്മൾ മെമ്മറിയിൽ നിന്ന് പ്രൊസസ്സറിലോട്ട് കൊണ്ടുപോകും. അതായത് നമ്മളിപ്പോ ഒരു കാൽക്കുലേറ്റർ ഓൺ ചെയ്തു, 2+3 എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. സോ ഈ 2ഉം പ്ലസും 3യും ആദ്യം ഇവിടെ ചെല്ലും, നമ്മളെ റാം എന്ന് പറയുന്നതിൽ ചെന്നിരിക്കും. ഓക്കെ, സോ റാം എന്ന് എന്ത് ചെയ്യും? അതിനെ ഫെച്ച് ചെയ്ത് നമ്മളെ പ്രൊസസ്സറിലോട്ട് കൊണ്ടുപോയാൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റും, അതായത് അഡിഷൻ ചെയ്യാൻ പറ്റും. സോ ഫെച്ച് എന്താ ചെയ്യുന്നത്? ഗെറ്റ് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം ദ മെമ്മറി ഇൻ ടു ദ പ്രൊസസ്സർ. ഡീകോഡ് ഡൗട്ട് ഉണ്ടോ? ഐശ്വര്യ, any doubts? Okay. ഈ പി ഡി എഫ് വാട്സപ്പ് ചെയ്തേക്കാം. ഇത് ഓൾറെഡി നിങ്ങൾ സി പ്രോഗ്രാമിന്റെ ഡ്രൈവിൽ തന്നെ ഓൾറെഡി അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ട് നോട്ട്സിൽ എന്ന് പറയുന്ന ഫോൾഡറിന്റെ അകത്ത് ചെക്ക് ചെയ്താൽ മോഡ്യൂൾ 1ന്റെ അകത്ത് ഈ നോട്ട്സ് ഓൾറെഡി അവൈലബിൾ ആണ്. ഓക്കെ, എന്നാലും വേണമെങ്കിൽ ഒന്നും കൂടി നമ്മളെ ഗ്രൂപ്പിലോട്ട് അപ്ലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡീകോഡ്. ഡീകോഡ് എന്ന് വെച്ചാൽ ഇന്റേണലി ഡീകോഡ് വാട്ട് ഇറ്റ് ഹാസ് ടു ഡു. സോ നേരത്തെ പറഞ്ഞ 2+3 എന്ത് ചെയ്തു? ഇന്റേണൽ മെമ്മറി റാമിൽ നിന്ന് പ്രൊസസ്സറിലോട്ട് കൊണ്ടുപോയി. ഇനി പ്രൊസസ്സറിൽ ചെന്നിട്ട് അത് എന്ത് ചെയ്യും? ഡീകോഡ് ചെയ്യും ഇതിനെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. സോ അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും ഇത് 2 നമ്പറിനെ ആഡ് ആണ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് എക്സിക്യൂട്ട്. ടേക്ക് ദ വാല്യൂസ് ഫ്രം ദ രജിസ്റ്റേഴ്സ്, ആക്ച്വലി ആഡ് ദം ടുഗദർ. അതായത് നമ്മളിപ്പോ കൊണ്ടുവന്ന 2+3 എന്ത് ചെയ്യും? ആഡ് ചെയ്യും. സോ 2+3 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 5 എന്ന് പറയുന്ന അടുത്ത സ്റ്റെപ്പ്, അതായത് സ്റ്റോർ ചെയ്യും. തിരിച്ചെടുത്ത് എന്ത് ചെയ്യും? നമ്മളെ റാം എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ തന്നെ അത് കൊണ്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ,
സോ ഇതാണ് ബേസിക്കലി നമ്മുടെ സി പി യു ചെയ്യുന്ന പ്രോസസ്. സോ ആദ്യം എന്ത് ചെയ്യും, ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും. ആ സാർ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ ഫെച്ചിന്റെ തൊട്ട്? ഫെച്ച് കേട്ടോ, ഓക്കെ. സോ നമ്മളിപ്പോ ഒരു 2+3 എന്ന് പറയുന്ന ഒരു കമാൻഡിന് കമ്പ്യൂട്ടറിന് കൊടുത്താൽ അത് ആദ്യം വന്ന് മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ആവും. ഡയറക്ട്ലി സി പി യുയിലോട്ടല്ല പോകുന്നത്, അത് ആദ്യം ഇവിടെ വരും, നമ്മളെ മെമ്മറി ലൊക്കേഷനിലാണ് വന്നിരിക്കുന്നത്, അതായത് റാമില്. സോ റാമിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യും, അതിനെ സി പി യുയിലോട്ട് കൊണ്ടുപോകും. അതാണ് ഫെച്ച് എന്ന് പറയുന്ന പ്രോസസ് ചെയ്യുന്നത്. സോ ഫെച്ച് എന്ത് ചെയ്യും, ഈ മെമ്മറിയിൽ വന്നിരിക്കുന്ന 2+3നെ സി പി യുയിലോട്ട് കൊണ്ടുപോകും. ബിക്കോസ് സി പി യു ആണ് എന്ത്, എ എൽ യു എന്ന് പറയുന്ന അർത്തമെറ്റിക് പ്രോസസ് ചെയ്യുന്ന സി പി യു ആണ്. സോ സി പി യുയിലോട്ട് കൊണ്ടുപോയാൽ എന്താവും, 2+3ന്റെ വാല്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. സോ 2+3യിൽ കൊണ്ടുപോയതിനു ശേഷം അതിനെന്ത് ചെയ്യും, ഡീകോഡ് ചെയ്യും. സോ നമ്മളെ സി പി യു എന്ത് ചെയ്യും, ഡീകോഡ് ചെയ്യും. സോ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും ഒരു 2 ഉണ്ട്, അതിന്റെ ഇടയിൽ ഒരു പ്ലസ് ഉണ്ട്, അതിനുശേഷം 3 ഉണ്ട്. അതായത് ഈ 2ഉം 3 എന്ന് പറയുന്ന നമ്പറിനെ ആഡ് ചെയ്യാനാണ് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. ഡീകോഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതിനുശേഷം എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ടേക്ക് ദ വാല്യൂസ് ഓൺ ദ രജിസ്റ്റേഴ്സ്, ആക്ച്വലി ആഡ് ദം ടുഗദർ. സോ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരുന്ന 2ഉം പ്ലസും 3നെ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. സോ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താ, 2+3 = 5. ഇനി ലാസ്റ്റ് എന്ന് പറയുന്ന സ്റ്റോർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഈ ആഡ് ചെയ്തതിന്റെ റിസൾട്ടിനെ വീണ്ടും മെമ്മറി ലൊക്കേഷനിൽ കൊണ്ട് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റർമീഡിയറ്ററി റിസൾട്ടും എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അതായത് 2+3 ആഡ് ചെയ്ത സമയത്തുള്ള റിസൾട്ട് ആ 5, അതിനെ നമ്മൾ ഇന്റർമീഡിയറ്ററി റിസൾട്ട് എന്ന് പറയുന്നത്. അതിനെ എന്ത് ചെയ്യും, നമ്മളെ റാമിലോട്ട് കൊണ്ട് സ്റ്റോർ ചെയ്യും. ഇതാണ് നമ്മളെ സി പി യു ചെയ്യുന്ന, സി പി യുവിന്റെ അകത്ത് എ എൽ യു ചെയ്യുന്ന മെയിൻ പ്രോസസ്. ഫെച്ച് ചെയ്യും, ഡീകോഡ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ അതിനെ സ്റ്റോർ ചെയ്യും. സോ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് എലമെന്റ്സ് ഓഫ് എ പ്രോസസർ ഇൻക്ലൂഡ് എ എൽ യു, രജിസ്റ്റേഴ്സ്, L1 ആൻഡ് L2 ക്യാഷ് മെമ്മറി ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ്. ഈസിയാണ്. എ എൽ യു എന്ന് പറയുന്നത് അർത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 2+3 എന്ന്, അതുപോലെ തന്നെ കമ്പാരിസൺസ്, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് എ എൽ യൂസ് ചെയ്യുന്നത്. അടുത്ത ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ്, ഓൾസോ നോൺ ആസ് മാസ് ക്രോ പ്രോസസർ ഓർ ന്യൂമറിക് ക്രോ പ്രോസസർ, a specialized crow processor that manipulates number more quickly than the basic microprocessor circuitry can. സോ നമ്മൾ ബേസിക്കലി ഇപ്പൊ നമുക്ക് 2+3 എന്ന് പറയുന്നത് സിമ്പിളാണ്. ഇപ്പൊ നമ്മളൊരു ഹൈ ലെവൽ, അതായത് ഇപ്പൊ ഒരു നാസ അല്ലെങ്കിൽ ISR ഒക്കെ പോകുന്ന സമയത്ത് അവർക്ക് ഹൈ ലെവൽ കമ്പ്യൂട്ടേഷൻ ആയിരിക്കും. സോ ആ സമയത്ത് അതിന് വേണ്ടി മാത്രമായിട്ട് എന്തുണ്ട്, ഒരു ഡെഡിക്കേറ്റഡ് ചിപ്പ് നമ്മുടെ സി പി യുവിന്റെ അകത്തുണ്ട്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, FPU എന്ന് പറയുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ രജിസ്റ്റേഴ്സ്, വിച്ച് ഹോൾഡ് ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് അതർ ഡേറ്റ. Registers supply operands to ALU and store the results of operations. സോ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ 2ഉം + 3യും, 2+3 എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇവിടെ രജിസ്റ്റേഴ്സിലാണ്. എന്നാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ, ALUയിലോട്ട് അത് സപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെ? ഒരു മെമ്മറി ലൊക്കേഷനിൽ ഇരുന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അതിനെ നമുക്ക് ALUയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീഡ് ചെയ്യാൻ പറ്റും. സോ ഫീഡ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും, തിരിച്ച് സ്റ്റോർ ചെയ്യും. അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് എന്ന് പറഞ്ഞ L1 ആൻഡ് L2 ക്യാഷ് മെമ്മറി. Their inclusion in the CPU saves time compared to having to get data from random access memory. സോ ക്യാഷ് മെമ്മറി എന്ന് പറയുന്ന നമ്മുടെ സി പി യു ഇല്ലേ, സി പി യുവിന്റെ അകത്ത് തന്നെ എന്ത് വയ്ക്കും, ഒരു ചെറിയ ചെറിയ മെമ്മറി കമ്പാർട്ട്മെന്റ് വയ്ക്കും. ബേസിക്കലി നമുക്ക് എന്തുണ്ട്, റാം ഉണ്ട്, നമ്മളെ റാമിലാണ് സാധാരണ കൊണ്ട് വയ്ക്കുന്നത്. ബട്ട് കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ട് ഇൻസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, നമുക്ക് സി പി യുവിന്റെ അകത്തും ഒരു ടെമ്പററി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ആ ഒരു സ്റ്റോറേജ് യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. സോ മോസ്റ്റ് പ്രോസസർ ടുഡേ ആർ മൾട്ടി കോർ, അതായത് അതിന് മൾട്ടിപ്പിൾ കമാൻഡ്സ് അറ്റ് എ സെയിം ടൈം ചെയ്യാൻ പറ്റും. അതാണ് മൾട്ടി കോർ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ സിംഗിൾ കോർ എന്ന് വെച്ചാൽ ഒരു സമയത്ത് അതിന് എന്തേ പറ്റൂ, ഒരു ഇൻസ്ട്രക്ഷനെ ചെയ്യാൻ പറ്റും. ഡ്യുവൽ കോർ എന്ന് പറയുമ്പോൾ 2ഉം, കോഡ് എന്ന് പറയുമ്പോൾ 4ഉം, അതുപോലെ 8 എന്ന് പറയുമ്പോൾ 8 കോഴ്സും 8 ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഒത്തുചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ 2+3യും 2-3യും കൊടുത്താൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡ്യുവൽ കോർ പ്രോസസർ ആണെങ്കിൽ രണ്ടും ഒരേ സമയത്ത് അതിന്റെ ആൻസർ എത്തിക്കാൻ പറ്റും. അതേ സമയത്ത് ഇപ്പം ഒരു സിംഗിൾ കോർ ആണെങ്കിൽ എന്ത് ചെയ്യും, ആദ്യം 2+3 എക്സിക്യൂട്ടിന് ശേഷം മാത്രം എന്ത് ചെയ്യത്തുള്ളൂ, 2-3 എക്സിക്യൂട്ട് ചെയ്യും. അതാണ് എന്ത്, ഒരു മൾട്ടി കോർ സിസ്റ്റത്തിന്റെ പ്രത്യേകത. അതായത് ഇഫ് ദ നമ്പർ ഓഫ് കോർസ് ഇൻക്രീസ്, ഇറ്റ് ക്യാൻ എക്സിക്യൂട്ട് വാട്ട്, നമ്പർ ഓഫ് ഡിഫറെന്റ് ടാസ്ക് അറ്റ് ദ സെയിം ടൈം. സോ നെക്സ്റ്റ് എന്ന് പറയുന്ന മദർ ബോർഡ് എന്ന് പറയുന്ന ഒരു സർക്യൂട്ടറി ആണ്. അതിൻ്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സി പി യും റാമും സ്റ്റോറേജ് ഡിവൈസസ് എല്ലാം കൂടി നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ബോർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മദർ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് മെമ്മറി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ റാമും റോമും, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് ആയിട്ടുള്ള HDDയും ആൻഡ് SSD. ഓക്കെ, സോ ടൈപ്സ് ഓഫ് മെമ്മറിന്റെ അകത്ത് നമുക്ക് റാം തന്നെ നമുക്ക് പ്രൈമറി, അതായത് നോൺ വോളറ്റൈൽ മെമ്മറി ആയ റാമും
റോമും. അതിൽ നമുക്ക് എന്തുണ്ട്, രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, റാം എന്ന് പറയുന്ന എസ് റാമും ഉണ്ട്, ഡി റാമും ഉണ്ട്. അതുപോലെ തന്നെ റോം എന്ന് പറയുന്നത് പി റോമും ഉണ്ട്, ഇ പി റോമും ഉണ്ട്, ഇ പി റോമും ഉണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ബേസിക്കലി നമ്മൾ പണ്ട് കാലം തൊട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റാം ആണ്. ഇപ്പൊ നമ്മൾ എടുക്കുവാണെങ്കിൽ DDR5 എന്ന് പറയുന്നതാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. മൊബൈൽസിലാണെങ്കിൽ അതുപോലെ തന്നെ എന്താ നമ്മൾ പി സിയിലാണ് നമ്മളിപ്പോ മെയിൻലി യൂസ് ചെയ്യുന്നത്. DDR5 എന്ന് പറയുന്ന DDR ടൈപ്സ് റാംസ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. സോ റാം ഇറ്റ് മീൻസ് എ റാൻഡം ആക്സസ് മെമ്മറി, അതായത് റാൻഡംലി മെമ്മറിനെ ആക്സസ് ചെയ്യുക. അത് നമ്മളിപ്പോ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വാല്യൂസ് ഉണ്ടോ അതിനെന്ത് ചെയ്യും, നമ്മൾ റാമിന്റെ അകത്ത് അവിടെ എവിടെയായിട്ട് സ്റ്റോർ ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും, എക്സിക്യൂഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിനെ നമ്മൾ CPU കൊണ്ടുവരും. സോ ദ ടൈം റാം ഈസ് ഷോർട്ട് ഫോർ റാൻഡം ആക്സസ് മെമ്മറി. റാം is where the data computer is working on is stored while the computer is running. Okay. സോ നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന റാം എന്നാണ്. സോ റാം നമ്മൾ എന്ത് ചെയ്യും, അതിനെ കൊണ്ടുവരും. സോ ബേസിക്കലി നമ്മൾ ഈ ചാപ്റ്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, കംപ്ലീറ്റ് തിയറീസ് ആണ് വരുന്നത്. ബട്ട് മെയിൻ ആയിട്ട് നമ്മൾ വരുന്നത് ഫ്ലോ ചാർട്ടും അൽഗോറിതംസും സൂഡോ കോഡ്സ് ആണ്. ഈ ചെറിയൊരു തിയറി കഴിയുമ്പോഴേക്കും നമ്മൾ അതിലോട്ട് നമ്മൾ എന്താ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ബേസിക്കലി ഡി റാമും എസ് റാമും. സോ ഡി റാം എന്ന് പറയുന്നത് എന്താണ്, കൺസിസ്റ്റ് ഓഫ് ടൈനി കപ്പാസിറ്റേഴ്സ് ദാറ്റ് ലീക്ക് ഇലക്ട്രിസിറ്റി. അതായത് ഡി റാം എന്ന് പറയുന്നത് നമ്മളെ കപ്പാസിറ്റേഴ്സ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് റാം എന്ന് പറയുന്നത് നമ്മളെ പണ്ടത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ അതായത് ഒരു സ്വിച്ച് പോലെയാണ്. നമ്മൾ സ്വിച്ച് ഫ്ലിപ്പ് ചെയ്യത്തില്ലേ, അതുപോലെയാണ് എന്ത് എസ് റാമിലോട്ട് വരുന്നത്. ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് സ്റ്റോർ ചെയ്യുകയും ഫ്ലോപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാതെ ഇരിക്കും. അങ്ങനെയാണ് എസ് റാമിന്റെ പ്രോസസ്സ് വർക്ക് ആവുന്നത്. അതേസമയം ഡി റാം എന്താ, കൺസ്ട്രക്ഷൻ ഓഫ് ടൈനി കപ്പാസിറ്റേഴ്സ് ദാറ്റ് ലീക്ക് ഇലക്ട്രിസിറ്റി. അതായത് അതിന്റെ സ്റ്റോർ ചെയ്തിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യത്തില്ല, ലീക്ക് ചെയ്യത്തില്ല. അതായത് 1 എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യത്തില്ല, ലീക്ക് ചെയ്യത്തില്ല. എപ്പോഴാണോ ബൈനറി നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത് എന്താവും, അതിന്റെ അകത്ത് കപ്പാസിറ്റർ നിന്ന് സ്ലോലി ലീക്ക് ആവും. സോ ഇതാണ് മെയിൻലി ഡി റാമും എസ് റാമും. ഇനി അടുത്തെന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, സോ റീഡ് ഓൺലി മെമ്മറി എന്ന് വെച്ചാൽ മെമ്മറി റീഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ പുതിയൊരു ഡേറ്റനെ എഡിറ്റ് ചെയ്യാനോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റോമിൽ ചെയ്യാൻ പറ്റത്തില്ല. So stores crucial information essential to operate the system, like the program essential to boot the computer. സോ ഒരു കമ്പ്യൂട്ടർ ഓൺ ആവുന്ന സമയത്ത് അതിനൊരു ബൂട്ടിംഗ് എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ട്. നമ്മളെങ്ങനെയാണ് നമ്മൾ മൊബൈൽ ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഏത് ഡിവൈസ് ആണ് ആ ഡിവൈസിന്റെ പേര് എഴുതി കാണിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു ബൂട്ടിംഗ് സ്റ്റേജ് ആണ്. അതായത് ആ കമ്പ്യൂട്ടറിന്റെ ആ ഒരു മൊബൈലിന്റെ അകത്തുള്ള CPU ഓൺ ആവുന്നു, അതിൻ്റെ അകത്തുള്ള ടച്ച് സ്ക്രീൻ ഓൺ ആവുന്നു, അല്ലെങ്കിൽ സിഗ്നലർ വൈഫൈ അങ്ങനത്തെ എല്ലാ സാധനം ഓൺ ആവുന്ന ആ ഒരു സ്റ്റേജിനാണ് നമ്മൾ ബൂട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ആ ബൂട്ടിംഗ് സ്റ്റേജിൽ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് റോമിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എ നോൺ വോളറ്റൈൽ മെമ്മറി, ഓൾവേസ് റീറ്റെയിൻസ് ഇറ്റ്സ് ഡേറ്റ, യൂസ്ഡ് ഇൻ എംബെഡഡ് സിസ്റ്റംസ് ഓർ വെയർ ദ പ്രോഗ്രാമിംഗ് നീഡ്സ് നോ ചേഞ്ച്, യൂസ്ഡ് ഇൻ കാൽക്കുലേറ്റേഴ്സ് ആൻഡ് പെരിഫറൽ ഡിവൈസസ്. റോം ഈസ് ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു 4 types: റോം, പി റോം, ഇ പി റോം ആൻഡ് ഇ പി റോം. അതായത് റോമിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നേരത്തെ റാമിനെ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, അതായത് ഒന്ന് ഡി റാമും എസ് റാമും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, റോമിനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മളെ സാധാ റോം, പിന്നുള്ള പി റോം, ഇ പി റോം ആൻഡ് ഇ പി റോം. സോ റോം നമുക്കറിയാം റീഡ് ഓൺലി മെമ്മറിയാണ്. ഇനി പി റോം എന്ന് വെച്ചാൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അതായത് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, അറ്റ് ബിഗിനിങ്, അതായത് നമ്മൾ ആ പി റോം ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് പ്രോഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിൻ്റെ അകത്തുള്ള പ്രോഗ്രാംസിനെ ഇറേസ് ചെയ്യാനോ അതുപോലെ എന്ത് ചെയ്യാനും പറ്റത്തില്ല, അപ്പൻഡ് ചെയ്യാനും പറ്റത്തില്ല. ഇതിന്റെ റെക്കോർഡ് വീഡിയോ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത പറഞ്ഞ ഇ പി റോം എന്ന് പറയുന്ന ഇറേസബിൾ പ്രോഗ്രാമർ. അതായത് ഒരു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ അൾട്രാ വയലറ്റ് ലൈറ്റ് യൂസ് ചെയ്ത് അതിനെ ഇറേസ് ചെയ്തിട്ട് വീണ്ടും അതിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഇനി ഈ പി റോം എന്ന് പറയുന്നത് എന്താണ്, അതിനെ ഇലക്ട്രിസിറ്റി വെച്ച് ഇറേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഗ്രാം ചെയ്യാൻ പറ്റും. സോ പ്രീ റോം എന്ന് പറയുന്ന ഒരു തവണ മാത്രം നമുക്ക് അതിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇ പി റോം എന്ന് വെച്ചാൽ അതിനെ നമുക്ക് അൾട്രാ വയലറ്റ് റേസ് യൂസ് ചെയ്ത് ഇറേസ് ചെയ്തതിനു ശേഷം അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ പ്രോഗ്രാംസ് ഇൻസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ പി റോം എന്ന് വെച്ചാൽ അതിനെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറേസ് ചെയ്യാൻ പറ്റും.
ഇനി ഹാർഡ് ഡിസ്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്. അതിന്റെ വൺ ടൈപ്പ് ആയിരുന്നു HDD, വേറെ ടൈപ്പ് ആയിരുന്നു SSD. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എൻവയോൺമെന്റിലുള്ള ഡേറ്റയെ കമ്പ്യൂട്ടറിലോട്ട് കൊണ്ടുവരുന്നതാണ് ഇൻപുട്ട് ഡിവൈസസ്. അതുപോലെ തന്നെ ഇന്റേണൽ ആയിട്ടുള്ള ഡേറ്റയെ എൻവയോൺമെന്റിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇനി അടുത്തതുള്ളത് സിസ്റ്റം സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു ഇന്റർഫേസ് ബിറ്റ്വീൻ ഹാർഡ്വെയർ ആണ്. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ CPU ഉണ്ട്, GPU ഉണ്ട്, RAM ഉണ്ട്, ROM ഉണ്ട്. ബട്ട് നമുക്ക് അതുമായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു മീഡിയം വഴിയാണ്. സോ അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മളെ ഹാർഡ്വെയറുമായിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇന്റർഫേസിനാണ് നമ്മൾ മെയിൻലി എന്ത് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. So software is a collection of instructions that enable the user to interact with a computer, its hardware, or performing tasks. Okay, so without a software, most computers would be useless. For example, without your internet browser system, you could not surface the internet. Without an operating system, the browser could not run on a computer. So നമുക്ക് ഇന്റർനെറ്റ് അക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വെബ് ബ്രൗസർ എന്ന് പറയുന്ന ഒരു മീഡിയം വേണം, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ വേണം. ക്രോം അല്ലെങ്കിൽ മോസില ഫയർബോക്സ് അങ്ങനത്തെ ഉള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നെറ്റിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ലൈക്ക് യൂട്യൂബ് അക്സസ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ എന്താ എടുക്കുന്നത്? ഒന്നെങ്കിൽ യൂട്യൂബിന്റെ ആപ്പ് ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ക്രോമിൽ കയറിയിട്ട് നമ്മൾ യൂട്യൂബ് ടൈപ്പ് ചെയ്യും. സോ നമുക്ക് അതിന് എന്ത് വേണം? ഒരു ഇന്റർമീഡിയറ്റ് വേണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിന് എന്തുണ്ട്? രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സോ രണ്ടും പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ മോർ ലൈക്ക് എന്താ സിസ്റ്റത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ സമയത്ത് എന്താ കുറെ ആപ്ലിക്കേഷൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും. സോ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മളെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ കമ്പൈലേഴ്സ്, ഇന്റർപ്രെറ്റർ. നമ്മളെ C കമ്പൈലർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ഒരു പൈത്തൺ ഇന്റർപ്രെറ്റർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ഒരു അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്ന അസംബ്ലേഴ്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതെന്ത് ചെയ്യും? ഡയറക്ട്ലി നമ്മളെ സിസ്റ്റവുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഓക്കെ. അതേസമയം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി പോലെയാണ്. അതായത് നമ്മൾ ഓൾറെഡി നമ്മൾ ഇൻബിൽഡ് അല്ല, വേറൊരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഒരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ MS വേർഡ്, ഗെയിംസ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാൽക്കുലേറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നു, അതെല്ലാം വാട്സപ്പ് എന്നൊക്കെ എല്ലാം പറയുന്നത് എന്താണ്? ഒരു ആപ്ലിക്കേഷൻ, അതായത് തേർഡ് പാർട്ടി ആപ്പാണ്. നമ്മൾ ഒറിജിനലി എന്താണ് നമ്മളെ കമ്പ്യൂട്ടറിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തതല്ല, നമുക്ക് വേറൊരു കാര്യം യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട വേറൊരു സോഫ്റ്റ്വെയറിനാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ മെയിൻ ആയിട്ട് അതിൻ്റെ അകത്തുള്ളതെന്ന് വെച്ചാൽ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഡെഫിനിഷൻ: സിസ്റ്റം സോഫ്റ്റ്വെയർ ഇൻക്ലൂഡ്സ് ദ പ്രോഗ്രാം ദാറ്റ് ആർ ഡെഡിക്കേറ്റഡ് ടു മാനേജിംഗ് ദ കമ്പ്യൂട്ടർ ഇറ്റ്സെൽഫ്, സച്ച് ആസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? സിസ്റ്റം സോഫ്റ്റ്വെയർ. അതേസമയം എന്താണ് ഒരു ആപ്ലിക്കേഷൻ, വേറൊരു ആപ്ലിക്കേഷൻ അക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ വേറൊരു പ്രോഗ്രാമിനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സോ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു ലോ ലെവൽ ലാംഗ്വേജ് വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതായത് നമ്മളെ ബൈനറി കോഡ്സോ അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജോ പോലത്തെ പണ്ട് കാലത്ത് യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മളൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ഗെയിമോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്നെല്ലാം പറയുന്നത് ഒന്നെങ്കിൽ പൈത്തൺ അല്ലെങ്കിൽ ജാവ അല്ലെങ്കിൽ C എന്നീ പറയുന്ന ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ മെയിൻ ഡിഫറൻസ് എന്താ? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ അക്സസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് ക്രിയേറ്റഡ് യൂസിങ് എ ലോ ലെവൽ ലാംഗ്വേജ്, whereas a application software is created using a high level language. So system software എന്ന് പറയുമ്പം closeness to the system, fast speed, difficult to manipulate, written in low level language and difficult to design. ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്യാനോ അതിലോട്ട് പുതിയ ഫീച്ചർ ക്രിയേറ്റ് ചെയ്യാൻ എന്താ പാടാണ്, ബിക്കോസ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് യൂസിങ് എ ലോ ലെവൽ ലാംഗ്വേജ്. അതിന്റെ നേരെ തിരിച്ചാണ് എന്ത്? നമ്മളെ ആപ്ലിക്കേഷൻ. ഓക്കെ. സോ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ മെയിൻ ടൈപ്പാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മളെ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOS അല്ലെങ്കിൽ ലിനക്സ്, ഇതൊക്കെ എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മളെ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പൈലർ. സോ കമ്പൈലർ ബേസിക്കലി എന്ന് പറയുന്നത് നമ്മളെ കോഡിനെ അസംബ്ലി ലാംഗ്വേജിലോട്ട് കൊണ്ടുപോവുക. അതിനാണ് നമ്മൾ കമ്പൈലർ യൂസ് ചെയ്യുന്നത്.
So compiler is a software that translates the code written in one language to some other language without changing the meaning of the program. So നമ്മൾ സി പ്രോഗ്രാം എഴുതിയതിനെ നമുക്ക് അസംബ്ലി ലാംഗ്വേജിലോട്ട് മാറ്റണം, അതിന്റെ മീനിങ് പോവാതെ. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കമ്പൈലർ യൂസ് ചെയ്യുന്നത്. സോ കമ്പൈലർ എന്ത് ചെയ്യും, ഒരു പ്രോഗ്രാം മൊത്തത്തില് സ്കാൻ ചെയ്യും. ഓക്കെ, ഇപ്പൊ ഒരു 5 ലൈനുള്ള കോഡ് ഉണ്ടെങ്കിൽ 5 ലൈനുള്ള കോഡിനെ അത് മൊത്തത്തിൽ സ്കാൻ ചെയ്തിട്ട് എറേഴ്സ് ഉണ്ടെങ്കിൽ കാണിക്കും. അതാണ് ഒരു കമ്പൈലർ ചെയ്യുന്നത്. അതേസമയം ഇന്റർപ്രറ്റർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ ലൈൻ ചെക്ക് ചെയ്യും, എന്തെങ്കിലും എറർ ഉണ്ടോ, ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, അടുത്ത ലൈനിലോട്ട് കണ്ടിന്യൂ ചെയ്യും. ഇതാണ് കമ്പൈലറും ഇന്റർപ്രറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. സോ കമ്പൈലറും ഇന്റർപ്രറ്ററും ചെയ്യുന്ന ജോബ് ഒന്നാണ്, അതായത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ ഒരു ലോ ലെവൽ ലാംഗ്വേജിലോട്ട് കൊണ്ടുപോകും. പക്ഷെ ചെയ്യുന്ന രീതി രണ്ടാണെന്നേ ഉള്ളൂ. കമ്പൈലർ എന്ത് ചെയ്യുന്നു, മൊത്തത്തിൽ കോഡ് സ്കാൻ ചെയ്യുന്നു. അതേസമയം ഇന്റർപ്രറ്റർ എന്ത് ചെയ്യുന്നു, ലൈൻ ബൈ ലൈൻ ആയിട്ട് കോഡിനെ സ്കാൻ ചെയ്ത് പോകുന്നു. ഓക്കെ, ഇനിയുള്ള അടുത്തെന്ന് വെച്ചാൽ അസംബ്ലർ. സോ ഞാൻ നേരത്തെ പറഞ്ഞു എന്താ, കമ്പൈലർ ഇന്റർപ്രറ്ററും ഹൈ ലെവലിനെ ലോ ലെവലിലോട്ട് കൊണ്ടുപോകുന്നു. ഇനി നമുക്ക് എന്ത് വേണം, ഈ ലോ ലെവലിനെ ബൈനറി ആക്കണം. കാരണം കമ്പ്യൂട്ടറിന് എന്തേ അറിയത്തുള്ളൂ, 1ഉം 0യും അറിയത്തുള്ളൂ. അതായത് ഓൺ ചെയ്യണോ ഓഫ് ചെയ്യണോ എന്ന് മാത്രം എന്ത് അറിയത്തുള്ളൂ, കമ്പ്യൂട്ടറിന് അറിയത്തുള്ളൂ. സോ അതിലോട്ട് കൊണ്ടുവരുന്നതാണ് അസംബ്ലർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. സോ അസംബ്ലർ എന്ത് ചെയ്യും, നേരത്തെ കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രറ്റർ ഹൈ ലെവലിനെ കൊണ്ട് ലോ ലെവൽ ആക്കി വെച്ചു. ആ ലോ ലെവലിനെ എന്ത് ചെയ്യും, മെഷീൻ കോഡ് ആക്കും. അതായത് ബൈനറി കോഡിലോട്ട് ആക്കുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസംബ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹൈ ലെവൽ ആൻഡ് ലോ ലെവൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ ലെവൽ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മോഡലിൽ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമേഴ്സിന് ഈസി ആയിട്ടുള്ള ലാംഗ്വേജ്, അതായത് CPP ജാവ. നമ്മളിപ്പോൾ പഠിക്കുന്ന സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ, അതായത് നമുക്ക് വായിക്കാൻ പറ്റുമത് ഇംഗ്ലീഷാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് എഴുതി വെച്ചിട്ടുള്ളത്. അതേസമയം ഒരു ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് എന്തായിരിക്കും, 1സോ 0സോ, അല്ലെങ്കിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവാൻ പറ്റാത്തതായിരിക്കും എന്ത് ലോ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഈസി ടു ഗെറ്റ് ഡെവലപ്ഡ്, ഈസി ടു വിഷ്വലൈസ്, എ പ്രോഗ്രാമർ മേ നോട്ട് റിമെയിൻ അവെയർ അബൌട്ട് ദ ആർക്കിടെക്ചർ ഓഫ് ദ ഹാർഡ്വെയർ, സോ ഹൈ ലെവൽ ലാംഗ്വേജസ് ആർ പോർട്ടബിൾ. സോ ഇതാണ് അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. നമുക്ക് ഈസി ആയിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അതേസമയം അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്ത്, ഡയറക്റ്റ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. നേരത്തെ പറഞ്ഞാൽ അതിനെ ആദ്യം എന്താക്കണം, ലോ ലെവൽ ആക്കണം. ലോ ലെവൽ ആക്കിയതിനു ശേഷം എന്താക്കാൻ പറ്റും, മെഷീൻ ആക്കാൻ പറ്റും. ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കോഡിൽ നിന്ന് ലോ ലെവലിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. Okay, so main difference between high level and long level language, it is a programmer friendly language, it's a machine friendly language. High level language is less memory efficient, low level language is high memory efficient. It is easy to understand, it is tough to understand, it is simple to debug, it is complex to debug comparatively, it is simple to maintain, it is complex to maintain comparatively. So basically ഇതൊക്കെ എന്താ, തിയറി പോർഷൻസ് ആണ്. ജസ്റ്റ് നമ്മൾ വായിച്ചു വെച്ചിരുന്നാൽ മതി. ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് വരാൻ പോകുന്നത് ജസ്റ്റ് കമ്പാരിസൺസ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു മോഡ്യൂൾ 1ൽ നിന്ന് മെയിൻ ആയിട്ട് വരാൻ പോകുന്നത് ഈ ടൈപ്പ് കമ്പാരിസൺസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്താൽ മതി, അതിനകത്ത് കമ്പാരിസൺസ് ആണ് കൂടുതൽ വരുന്നത്. അടുത്ത സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്. സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അതായത് ഇന്ന സ്റ്റെപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യാവുള്ളൂ എന്ന് പറയുന്നതാണ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് CPP ജാവ എക്സെട്ര. ഓക്കെ, ഇനി സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ മെയിൻലി 3 ഡിഫറെന്റ് സീക്വൻസസ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ്, പിന്നെയുള്ളതെന്ന് പറയുന്നത് സീക്വൻസ് സ്റ്റേറ്റ്മെന്റ്സ്, പിന്നെയുള്ളതെന്ന് പറയുന്നത് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ്. സോ ആദ്യം എന്ന് പറയുന്നത് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ ഏതൊക്കെ സ്റ്റെപ്സ് സെലക്ട് ചെയ്യണം. അതായത് ഇപ്പൊ നമുക്കൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പം വേറൊരു ലെവലിലോട്ട് നമ്മൾ സ്കിപ്പ് ആയി. സോ ആ സമയത്ത് ഏതൊക്കെ കോഡ് സെലക്ട് ചെയ്യണം, അതാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത സീക്വൻസ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഞാൻ ഒരു കോഡ് സെലക്ട് ചെയ്തു, ആ കോഡിനെ സീക്വൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അസസ് ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീക്വൻസ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് എന്ന് പറയുന്ന ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ്. സോ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ ഒരു ലൂപ്പ് ഉണ്ട്, അത് നമ്മളിപ്പോൾ ഒരു സർക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതിനെ നമ്മൾ എന്ത് പറയും, ഒരു ലൂപ്പ് എന്ന് പറയും. സോ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത വരുന്നത് വെച്ചാൽ ഈ ടോപ്പിക്കിലെ മെയിൻ ആയിട്ടുള്ളത് അൽഗോറിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്. ഓക്കെ, so algorithm is the list of instructions and rules that a computer needs to do to complete a task.
Therefore, algorithms are simply a series of instructions that are followed step by step to do something useful. Okay. So ഇപ്പൊ ഞാൻ ഒരു വീട് വയ്ക്കാൻ പറയുകയാണ്. ഞാൻ ആദ്യം പറയുന്നത് ക്രിയേറ്റ് എ ബേസ്, then create the pillars, then create the walls, then create the roof, then attach the windows and attach the door. ഇത് ഞാൻ ടെക്സ്റ്റുവൽ ആയിട്ട് എഴുതി വെച്ചു. അതായത് ഞാൻ ഒരു ഡേറ്റ ആയിട്ട് നിനക്ക് എഴുതി തരുവാണ്. ഇങ്ങനെ എഴുതി തരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അൽഗോറിതം എന്ന് പറയുന്നത്. അതിന് എന്തില്ല, ഒരു വിഷ്വലൈസേഷൻ ഇല്ല, മോർ ലൈക്ക് എ ടെസ്റ്റ് മാനർ ആണ്. നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു ടെക്സ്റ്റുവൽ ഡേറ്റയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അൽഗോറിതം എന്ന് പറയുന്നത്. അതേസമയം ഫ്ലോ ചാർട്ട് എന്ന് പറയുമ്പോൾ ഈ എഴുതിയതിനെ നമ്മൾ എന്താക്കും, ഒരു ഡയഗ്രാം പോലെ അല്ലെങ്കിൽ ഒരു ഇമേജ് പോലെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മൾ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ. So basic difference between an algorithm and flowchart is, algorithm is step-by-step procedure to solve the problem. Flowchart is a diagram created by different shape to show the flow of data. അതായത് ഈ അൽഗോറിതം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുന്ന കാര്യങ്ങളെ ഒരു ഇമേജ് ആയിട്ട് കാണിക്കുകയാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലോ ചാർട്ട് ചെയ്യുന്നത്. അൽഗോറിതം ഈസ് കോംപ്ലക്സ് ടു അണ്ടർസ്റ്റാൻഡ്, അതേസമയം ഫ്ലോ ചാർട്ട് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇപ്പോഴും നമുക്കൊരു കാര്യം വിഷ്വലൈസ് ചെയ്ത് കാണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത്, അത് ഈസിയർ ആവുന്ന അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. In algorithm, plain tests are used. In flowchart, symbol and shapes are used. Algorithm is easy to debug. Flowchart, it is hard to debug. Algorithm is difficult to construct, whereas flowchart is simple to construct. Okay. Any algorithm does not follow any rules. Flowchart follows rules to be constructed. So, ഇതാണ് നമ്മൾ അൽഗോറിതംസും അതുപോലെ തന്നെ ഫ്ലോ ചാർട്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇനി അൽഗോറിതം എന്ന് പറയുന്നതിന് ഒരു ഇൻപുട്ട് ഉണ്ട്, അതിനൊരു ഔട്ട്പുട്ട് ഉണ്ട്, അതുപോലെ അത് ഡിഫൈൻഡ് ആണ്, അതുപോലെ അതിന് എന്തുണ്ട്, ഒരു എൻഡിങ്ങും കാണും. ഒരിക്കലും ഒരു എൻഡിങ് ഇല്ലാത്ത ഒരു അൽഗോറിതം കാണത്തില്ല. അതിനൊരു സ്റ്റാർട്ട് ഉണ്ടെങ്കിൽ അൽഗോറിതത്തിന് എന്തും കാണും, ഒരു എൻഡിങ്ങും കാണും. അതുപോലെ തന്നെ ഫ്ലോ ചാർട്ടിന് എന്തുണ്ട്, ഒരു സ്റ്റാർട്ടും ഉണ്ട്, അതൊരു എൻഡിങ്ങും ഉണ്ട്. ഓക്കെ. സോ ഇനി അടുത്തൊരു ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഫറെന്റ് ഷേപ്സ് ആൻഡ് സിമ്പിൾസ് യൂസ് ചെയ്യും. അത് ഏതൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഓവൽ സിമ്പിൾ, യൂസ് ടു റെപ്രസെന്റ് ദ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഓഫ് എ ഫ്ലോ ചാർട്ട്. അതായത് ഒരു ഫ്ലോ ചാർട്ടിന്റെ സ്റ്റാർട്ടും എൻഡിങ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഓവൽ എന്ന് പറയുന്ന ഷേപ്പ് യൂസ് ചെയ്യുന്നത്. അടുത്തത് പാരലോഗ്രാം, യൂസ്ഡ് ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. അതായത് ഒരു ഡേറ്റ ഇൻപുട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഡേറ്റ ഷോ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യും, പാരലോഗ്രാം എന്ന് പറയുന്ന സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് പ്രോസസ്സിംഗ്, അതായത് നമുക്ക് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടി, അതായത് A+B എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും, റെക്ടാങ്കിൾ എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്യും. അടുത്ത ഡിസിഷൻ മേക്കിംഗ്, അതായത് ഇപ്പൊ ഒരു ഡിസിഷൻ ഉണ്ട്, ഇപ്പൊ ചെക്ക് ചെയ്യുകയാണ്, ഇപ്പൊ 2 നമ്പേഴ്സ് ഈസ് ഗ്രേറ്റർ ആണ് എന്ന് ആ റൂട്ടിലോട്ട് പോവുക, ചെറുതാണ് എങ്കിൽ ഈ റൂട്ടിലോട്ട് പോവാം. ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് ഡയമണ്ട്. ഇനി ആരോ മാർക്സ് എന്ന് പറയുന്ന ഏത് സ്റ്റെപ്പിൽ നിന്ന് ഏത് സ്റ്റെപ്പിലോട്ട് നമ്മൾ പോയി, അതായത് തൊട്ട് മണ്ടയിലെ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ ഈ സ്റ്റെപ്പിലോട്ട് പോയെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ആരോ മാർക്സ് യൂസ് ചെയ്യുന്നത്. സർക്കിൾ എന്ന് പറയുന്നത് പേജ് കണക്ടറും അതുപോലെ പെന്റഗൺ എന്ന് പറയുന്ന ഓഫ് പേജ് കണക്ടറും. നമ്മൾ എന്ത് യൂസ് ചെയ്യത്തില്ല, സർക്കിൾസ് തൊട്ട് ഉള്ള സിമ്പിൾസ് നമ്മൾ മെയിൻലി എന്ത് ചെയ്യത്തില്ല, യൂസ് ചെയ്യാറില്ല. നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഓവൽ, പാരലോഗ്രാം, റെക്ടാങ്കിൾ, ഡയമണ്ട് ആൻഡ് ആരോസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഒരു പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെന്റിലോട്ട് അടക്കാം. എക്സാമ്പിൾ 1, അൽഗോറിതം ആൻഡ് ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ദ സം ഓഫ് 2 നമ്പേഴ്സ്. സോ 2 നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ള അൽഗോറിതം എഴുതുക, അതുപോലെ എന്താ അതിന്റെ ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യും. സോ ഏതൊരു പ്രോഗ്രാം അല്ലെങ്കിൽ അൽഗോറിതം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് നമ്മൾ എഴുതുക. ഓക്കെ, സ്റ്റെപ്പ് 1 ഇപ്പൊ എന്തായിരിക്കും, സ്റ്റാർട്ട് ആയിരിക്കും, ഫ്ലോ ചാർട്ട് ആണെങ്കിലും അൽഗോറിതം ആണെങ്കിലും. സ്റ്റെപ്പ് 2, ഇൻപുട്ട് ഫസ്റ്റ് നമ്പർ എ, ഇൻപുട്ട് സെക്കൻഡ് നമ്പർ ബി. അതായത് ആദ്യം എന്ത് ചെയ്യുക, 2 നമ്പേഴ്സിന്റെ സമ്മാണ് വേണ്ടത്. സോ ആദ്യം ഫസ്റ്റ് നമ്പറിനെ ഇൻപുട്ട് ചെയ്യുക, അതാണ് നമ്മളെ സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 3 എന്ന് പറയുന്ന സെക്കൻഡ് നമ്പറിനെ ഇൻപുട്ട് ചെയ്യുക. ഇനി സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിനെ രണ്ടിനെയും കൂടി ആഡ് ചെയ്തിട്ട് സം എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുക. ഇനി സ്റ്റെപ്പ് 5, അതായത് നമ്മൾ സ്റ്റോർ ചെയ്ത സമ്മിനെ എന്ത് ചെയ്യണം, നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം യൂസറിന്. അതാണ് നമ്മുടെ 5ാമത്തെ സ്റ്റെപ്പ്. ലാസ്റ്റ് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ആ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ആയി. സോ അൽഗോറിതം എന്ന് പറയുന്ന ഒരു റിട്ടേൺ ആയിട്ടുള്ള ടെക്സ്റ്റുവൽ ഡേറ്റയാണ്. അതെന്ത് ചെയ്യും, നമ്മൾ എങ്ങനെയാണ് ആ പ്രോഗ്രാം റൺ ചെയ്യാന്നുള്ളത് ഇൻസ്ട്രക്ഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുതരും. സോ ഇൻ കേസ് നമ്മളിവിടെ എടുത്ത് എന്തായിരുന്നു, സം ഓഫ് 2 നമ്പേഴ്സ് ആയിരുന്നു. സോ ആദ്യം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം ഫസ്റ്റ് നമ്പർ ഇൻപുട്ട് ചെയ്തു, അതിനുശേഷം സെക്കൻഡ് നമ്പർ ഇൻപുട്ട് ചെയ്തു, അതിനുശേഷം ആ 2 നമ്പറിനെ
നമ്മൾ ആഡ് ചെയ്തിട്ട് സം എന്ന് പറഞ്ഞ വേരിയബിളോട്ട് സ്റ്റോർ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, ആ സമ്മിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. ഡിസ്പ്ലേ ചെയ്തതിനു ശേഷം എന്തായി, നമ്മളെ പ്രോഗ്രാം അവിടെ സ്റ്റോപ്പായി. സോ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് സ്റ്റോപ്പ്. ഇനി ഞാൻ ഇതിനെ ഫ്ലോ ചാർട്ടിലോട്ട് കൊണ്ടുവരാണെങ്കിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓവൽ ഷേപ്പ് ആണ് സ്റ്റാർട്ടും എൻഡിലും യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓവൽ ഷേപ്പിൽ എന്ത് എഴുതി, സ്റ്റാർട്ട് എന്ന് എഴുതി. അടുത്ത ഇൻപുട്ട് ഡേറ്റയും ഔട്ട്പുട്ട് ഡേറ്റയും കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പാലോഗ്രാം യൂസ് ചെയ്യുന്നത്. സോ പാലോഗ്രാമിൽ എന്ത് ചെയ്തു, ഇൻപുട്ട് വാല്യൂ ഓഫ് എ ചെയ്തു. അവിടെ നിന്ന് താഴോട്ട് പോയി. ആ താഴോട്ട് പോയ സമയത്ത് എന്ത് ചെയ്തു, ആരോ മാർക്ക് ഞാൻ താഴോട്ട് പോയിന്റ് ചെയ്തു. അതായത് ഈ പ്രോസസ് സ്റ്റെപ്പ് ചെയ്തു എന്നാൽ അടുത്ത ഈ സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. സോ ഇവിടെ വന്നിട്ട് എന്തായി, ഇൻപുട്ട് വാല്യൂ ഓഫ് ബി എന്ന് കാണിച്ചു. സോ രണ്ട് വാല്യൂ ഇൻപുട്ട് ആയ അടുത്ത് എന്ത് ചെയ്യണം, സം എന്ന് പറയുന്ന പ്രോസസ് ചെയ്യണം. അതിനാണ് എ പ്ലസ് ബി. ലാസ്റ്റ് എന്ത് ചെയ്തു, ഒരു ഔട്ട്പുട്ട് ഡേറ്റയെ കാണിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, പാരലോഗ്രാം യൂസ് ചെയ്തു. സോ അതാണ് നമ്മൾ എന്ത്, പ്രിന്റ് സം. സോ ലാസ്റ്റ് പ്രിന്റ് സം ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ എന്തായി, നമ്മളെ പ്രോസസ് അവിടെ തീർന്നു. അപ്പൊ അതെന്താവും, സ്റ്റോപ്പ് ആവും. ഇനി അടുത്തത് അൽഗോരിതം ആൻഡ് എ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ഏരിയ ആൻഡ് ദ പെരിമീറ്റർ ഓഫ് എ സർക്കിൾ. സോ എന്ത് ചെയ്തു, ആദ്യം സ്റ്റാർട്ട് ചെയ്തു, ഇൻപുട്ട് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. അതിനുശേഷം എന്ത് ചെയ്തു, ഏരിയയെ കണ്ടുപിടിക്കാനുള്ള പ്രോസസ് ചെയ്തു, പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള പ്രോസസ് ചെയ്തു. അതിന് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്പ്ലേ ചെയ്തു. ഡിസ്പ്ലേ ചെയ്തതിനു ശേഷം എന്തായി, പ്രോഗ്രാം സ്റ്റോപ്പായി. ഇതാണ് അൽഗോറിതമിക് മാനർ. ഇനി അതുപോലെ എന്താ, നമ്മുടെ ഫ്ലോ ചാർട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ ഓവൽ ഷേപ്പിൽ സ്റ്റാർട്ട് ചെയ്തു, ഇൻപുട്ട് വാല്യൂ ആർ എടുത്തു. അതുപോലെ തന്നെ എന്ത് ചെയ്തു, നമ്മൾ അതിനെ പ്രോസസ് ചെയ്തു. പ്രോസസ് ചെയ്യുന്ന സമയത്ത് റെക്ടാങ്കിളിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു. അതുപോലെ നമ്മൾ പെരിമീറ്ററിന്റെ അകത്ത് എന്ത് ചെയ്തു, പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്തു. രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയം നമ്മൾ എന്ത് ചെയ്തു, പ്രിന്റ് ഏരിയ, പ്രിന്റ് പെരിമീറ്റർ രണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഔട്ട്പുട്ട് ചെയ്തു. ഇതാണ് ബേസിക്കലി എന്ത്, ഒരു അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്. ഓക്കെ, നമ്മള് ക്വസ്റ്റ്യൻ മോഡലിന്റെ അകത്ത് ക്വസ്റ്റ്യൻ ബാങ്ക് ചെക്ക് ചെയ്ത അതിന്റെ അകത്ത് അൽഗോറിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും അതിന്റെ സോൾവ്ഡ് എക്സാമ്പിൾസും ക്വസ്റ്റ്യൻ ബാങ്കിനകത്ത് അവൈലബിൾ ആണ്. ട്രൈ ഔട്ട് ചെയ്യുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ബബിൾ സോർട്ട്. ബബിൾ സോർട്ട് നമ്മൾ കാര്യമായിട്ട് പഠിക്കാൻ പോണ അറേസ് എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ട് വരുമ്പോഴാണ് ബബിൾ സോർട്ട് നമ്മൾ അവിടെ കാര്യമായിട്ട് പഠിക്കും. സോ ബേസിക്കലി ബബിൾ സോർട്ട് എന്ന് പറയുന്ന ഒരു സോർട്ടിംഗ് അൽഗോരിതം ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു അറേനെ നമുക്ക് എന്ത് ചെയ്യുക, സോർട്ട് ചെയ്യുക. അതിന് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് ബബിൾ സോർട്ട് എന്ന് പറയുന്ന ടെക്നിക്. സോ അതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന O(n)² ആയിരിക്കും. എത്ര നമ്പേഴ്സ് തന്നിട്ടുണ്ടോ അതിന്റെ സ്ക്വയർ ആയിരിക്കും അതിന്റെ വേഴ്സ് ടൈം കോംപ്ലക്സിറ്റി, അതായത് അത് ചെയ്തെടുക്കാൻ പെടുന്ന ടൈം. ഓക്കെ, സോ ബബിൾ സോർട്ടിന്റെ അൽഗോരിതം എന്ന് പറയുന്നത് begin the bubble sort for all the elements of the list. If list of I is greater than list of I plus 1, swap the elements. And if n for return list n bubble sort. അതായത് ബബിൾ സോർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് അഡ്ജസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന രണ്ട് നമ്പേഴ്സ് അവര് തമ്മിൽ കമ്പാരിസൺ ചെയ്യും. ഓക്കെ, ഇപ്പൊ 3യും 2 ആണ് രണ്ട് നമ്പേഴ്സ് എന്ന് വിചാരിച്ചു. I എന്ന് പറയുന്ന 3യും I plus 1 എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഈ രണ്ട് നമ്പറിന് എന്ത് ചെയ്യും, കമ്പാരിസൺ ചെയ്യും. കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് എന്താ, 3 is greater than 2. അപ്പൊ ആ രണ്ട് നമ്പറിന്റെയും പൊസിഷൻ എന്ത് ചെയ്യും, നമ്മൾ സ്വാപ്പ് ചെയ്യും. അതായത് 3 ഇടുന്ന സമയത്ത് 2ഉം 2 ഇടുന്ന അടുത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും, 3നെ കൊണ്ടുപോകും. അതാണ് ബബിൾ സോർട്ട് മെയിൻലി ചെയ്യുന്നത്. നമ്മളിവിടെ എക്സിക്യൂഷൻ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഫോളോയിങ് ഒരു അൺസോർട്ടഡ് ലിസ്റ്റ് ആണ്, 21, 6, 9, 33, 3. ഓക്കെ, നമ്മൾ ഐറ്ററേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് I എന്ന് പറയുന്ന 21ഉം I plus 1 എന്ന് പറയുന്നത് 6 ആണ്. സോ ഇത് രണ്ടും ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്, 21 is greater than 6 അല്ലേ. സോ എന്ത് ചെയ്യും, ഇതിനെ രണ്ടിനെയും കൂടി അതിന്റെ പൊസിഷൻ സ്വാപ്പ് ചെയ്യും. അതായത് 21 ഇരുന്ന സ്ഥലത്തോട്ട് 6നെയും 6 ഇരുന്ന സ്ഥലത്തോട്ട് 21ഉം ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഐറ്ററേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, 21നെയും 9നെയും കൺസിഡർ ചെയ്യും. സോ 21നെയും 9നെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്താ, 21 ആണ് ഗ്രേറ്റർ. അപ്പൊ എന്ത് ചെയ്യും, രണ്ടിനെ വീണ്ടും സ്വാപ്പ് ചെയ്യും. സ്വാപ്പ് ചെയ്യുന്ന സമയത്ത് എന്താവും, 21 9 ഇടുന്ന അടുത്തോട്ടും 9 21 ഇടുന്ന സ്ഥലത്തോട്ടും പോകും. സോ ഇങ്ങനെ സ്വാപ്പ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ബബിൾ സോർട്ട് എന്ന് പറയുന്ന സോർട്ടിംഗ് മെത്തേഡ്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ലീനിയർ സെർച്ച്. സോ ലീനിയർ സെർച്ച് എന്ന് പറയുന്നത് ലീനിയർ മാനറിൽ ഒരു അൽഗോറിതത്തിന്റെ അകത്തുള്ള ഒരു നമ്പറിനെ കണ്ടുപിടിക്കും. അതിനെ ഇപ്പൊ തന്നിരിക്കുന്ന ഈ ഒരു എലിമെന്റിന്റെ അകത്ത് എനിക്ക് ഒരു നമ്പർ കണ്ടുപിടിക്കണം, 33 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ലീനിയർ സെർച്ച് എന്ത് ചെയ്യും, ഓരോ എലമെന്റ് ആയിട്ടാണ് ചെക്ക് ചെയ്ത് പോകും. ആദ്യത് 10ഉം തന്നിരിക്കുന്ന നമ്പറും ഈക്വൽ ആണ് ചെക്ക് ചെയ്യും, അല്ല 10ഉം 33ഉം അല്ല. സോ അടുത്ത് എന്ത് ചെയ്യും, 14 ചെക്ക് ചെയ്യും. അടുത്ത് എന്ത് ചെയ്യും, 19 ചെക്ക് ചെയ്യും.
സോ ഇങ്ങനെ ഓരോ എലമെന്റ് ആയിട്ട് ചെക്ക് ചെയ്ത് പോകുന്ന സെർച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീനിയർ സെർച്ച് എന്ന് പറയുന്നത്. സോ ലീനിയർ സെർച്ചിന്റെ അൽഗോരിതം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആദ്യം സ്റ്റെപ്പ് I is equal to 1. If I is greater than n, then go to step 7. If a of I is equal to x, then go to step 6. The step of I to 1, I plus 1, set I to I plus 1, go to step 2, print element x found at index I and go to step 8, print an element not found. Okay, നമുക്ക് ജസ്റ്റ് ഡീകോഡ് ചെയ്യാം. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, I എന്ന് പറയുന്ന ഐട്രേഷൻ നമ്മൾ ബിഗിനിങ് പൊസിഷനിൽ കൊണ്ടുവയ്ക്കണം. അത് ഞാൻ 10ൽ കൊണ്ടുവച്ചു. പക്ഷെ ചെക്ക് ചെയ്യാണ്, ഇഫ് ഐ ഈസ് ഗ്രേറ്റർ ദാൻ എൻ, അതായത് തന്നിരിക്കുന്ന ടോട്ടൽ ലിസ്റ്റിനെക്കാട്ടും വലുതാണ് ഐ എങ്കിൽ എന്ത് ചെയ്യുക, ദാറ്റ് എലമെന്റ് ഈസ് നോട്ട് ഫൗണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഒരു എലമെന്റ് ഒന്നും ഇല്ലാത്ത ഒരു ലിസ്റ്റ് ഞാൻ ഡിക്ലെയർ ചെയ്തു, എന്നിട്ട് ഞാൻ ഒരു എലമെന്റ് ചെക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ എന്താ, എലമെന്റ് അതിൻ്റെ അകത്ത് ഇല്ല, ഒരു നൾ ലിസ്റ്റാ. അതിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി എലമെന്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്താ ഇല്ല, എലമെന്റ് ഇല്ല. സോ ആ സമയത്ത് എന്ത് ചെയ്യുക, ഡയറക്ട്ലി സ്റ്റെപ്പ് 7 പോവുക. സ്റ്റെപ്പ് 7 എന്താ ചെയ്യുന്നത്, പ്രിന്റ് എലമെന്റ് നോട്ട് ഫൗണ്ട് കാണിക്കും. ഓക്കെ, ഇൻ കേസ് എന്താ ഐ ലെസ് ദാൻ അല്ല, അല്ലാത്ത കേസ് നമ്മൾ എന്ത് ചെയ്യും, ആ കറണ്ട് പൊസിഷനിൽ ഇരിക്കുന്ന എലമെന്റും സെർച്ച് ചെയ്യാനുള്ള എലമെന്റും സെയിം ആണോ ചെക്ക് ചെയ്യും. ആണെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റെപ്പ് 6 പോവുക. സ്റ്റെപ്പ് 6 എന്ത് ചെയ്യും, പ്രിന്റ് എലമെന്റ് എക്സ് ഫൗണ്ട് അറ്റ് ഇൻഡെക്സ് ഐ. എന്നിട്ട് എന്ത് ചെയ്യും, പ്രോഗ്രാം എക്സിറ്റ് ആവും. അതായത് ആ പൊസിഷനിലുള്ള എലമെന്റും സെർച്ച് ചെയ്യാൻ തന്നിരിക്കുന്ന എലമെന്റ് സെയിം ആണെങ്കിൽ എന്ത് ചെയ്യുക, പ്രോഗ്രാം ഡിസ്പ്ലേ ചെയ്യുക, എക്സിറ്റ് ചെയ്യുക. ഇതാണ് ലീനിയർ സെർച്ച് അൽഗോരിതം ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്യൂഡോ കോഡ്. സ്യൂഡോ കോഡ് എന്ന് പറയുന്നത് എന്താ, നമ്മളെ അൽഗോരിതത്തിന്റെ വേറൊരു പേരാണ് സ്യൂഡോ കോഡ്. ഓക്കെ, ഒരു കോഡല്ല, ബട്ട് എന്താ, ഓൾമോസ്റ്റ് ഒരു കോഡ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. സ്യൂഡോ കോഡ് എന്ന് പറയുന്നത് നമ്മളെ അൽഗോരിതവും സെയിം തന്നെയാണ്, മീനിങ് എന്ന് പറയുന്നതിൽ ഒരു ഡിഫറൻസും ഇല്ല, ബട്ട് കാണാൻ കുറച്ചുകൂടി എന്തായിരിക്കും, ഓർഡേർഡ് ആയിട്ട് എഴുതി വെച്ചേക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ബബിൾ സോർട്ട് കണ്ടില്ലേ, ബബിൾ സോർട്ടിൽ നമ്മൾ കുറച്ചും കൂടി എന്താ, ഒരു സ്പേസിങ്ങും അതിനൊരു ഓർഡേർഡ് ഒക്കെ ആയിട്ട് നമ്മൾ എഴുതി വെച്ചു. നേരത്തെ അൽഗോരിതം പോലെ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 അങ്ങനെ എഴുതിയില്ല, നമ്മൾ എന്ത് ചെയ്തു, കുറച്ചും കൂടി ഒരു ഓർഡേർഡ് ആയിട്ട് എഴുതി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൂഡോ കോഡ് എന്ന് പറയുന്നത്. ഇതിനെ ഞാൻ ഇപ്പൊ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 എന്ന് എഴുതി, അത് എന്തായാലും അൽഗോരിതം ആയാണ്. സോ അൽഗോരിതവും സൂഡോ കോഡും നമ്മൾ എന്തില്ല, ഒരു ഡിഫറൻസ് ഇല്ല. സോ ഇതാണ് നമ്മളെ മോഡ്യൂൾ 1ലെ മെയിൻ ടോപ്പിക്സ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് വരുന്ന മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് കമ്പാരിസൺസ് ആണ്, പിന്നെ ഉള്ളത് ലീനിയർ അൽഗോരിതംസ്, ഫ്ലോ ചാർട്ട് ആൻഡ് സ്യൂഡോ കോഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അൽഗോരിതംസ് ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഫ്ലോ ചാർട്ട് എന്ന് പറയുന്ന ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെ ഒരു ഗ്രാഫിക്കൽ അല്ലെങ്കിൽ ഒരു ഇമേജസ് വഴി ഡിസ്ക്രൈബ് ചെയ്യുക. സ്യൂഡോ കോഡ് എന്ന് പറയുന്ന അതേസമയം എന്താ, അതിനെ ഒരു കുറച്ചും കൂടി ഓർഡേർഡ് മാനെ കാണിക്കുക. ഇതാണ് സ്യൂഡോ കോഡ്സ് എന്ന് പറയുന്നത്. സോ മോഡ്യൂൾ 1ൽ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല, ഒരു പ്രോഗ്രാമിങ്ങിലോട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. നമ്മൾ മോഡ്യൂൾ 2 തൊട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഈ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ PDF ഗ്രൂപ്പിൽ എന്തായാലും ഷെയർ ചെയ്തിരിക്കുന്നതാണ്. ഇത് ഓൾറെഡി നമ്മൾ ഗൂഗിൾ ഡ്രൈവിന്റെ അകത്ത് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അവിടെ നിന്ന് അക്സസ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ഡ്രൈവിന്റെ അകത്ത് തന്നെ എന്തുണ്ട്, ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഉണ്ട്, അതിന്റെ അകത്ത് ഈ സോൾഡ് എക്സാമ്പിൾസ് ഉണ്ട്. സോ അതിന്റെ അകത്ത് നിങ്ങൾ ചെന്ന് നോക്കിയാൽ നമുക്ക് ഈ എന്താ റൈറ്റ് ആൻഡ് അൽഗോരിതം, റൈറ്റ് ക്രിയേറ്റ് ഫ്ലോ ചാർട്ട് എന്നൊക്കെ പറയുന്ന പോലത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് എന്തുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിന്റെ അകത്തുണ്ട്. അത് ട്രൈ ഔട്ട് ചെയ്യുക. ഇൻ കേസ് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് പ്രോഗ്രാമിംഗ്, അതായത് ഡയറക്റ്റ് സി പ്രോഗ്രാമിംഗ് ആയിട്ടുള്ള കോഡ്സ് ആയിരിക്കും നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് പോലെ എന്തായിരിക്കത്തില്ല, തിയറി ക്ലാസ് ആയിരിക്കത്തില്ല അടുത്ത ക്ലാസ് തൊട്ട്. ഓക്കെ, സോ ദാറ്റ് വൈൻഡ്സ് അപ്പ് ദ ക്ലാസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ ഡിസ്കസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ വീഡിയോ ലെക്ചേഴ്സ് ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ റീവാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് ടുഡേസ് ക്ലാസ്. താങ്ക് യു ഫോർ ലിസണിങ്. ഹോപ്പ് യു എൻജോയ്. ഓക്കെ. പിന്നല്ലാണ്ട്